മോർണിംഗ് ഓൾ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് വളകാപ്പിൻ്റെ വളകാപ്പ് എന്ന് പറയുമ്പോൾ അത്ര വലിയ ഗ്രാൻഡായിട്ടുള്ള ഫംഗ്ഷനൊന്നുമല്ല. നമ്മളിപ്പോൾ 7-ാം മാസത്തിലൊക്കെ ഒരു കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. പണ്ട് ഇപ്പോഴൊക്കെയല്ലേ ഈ വളകാപ്പൊക്കെ വന്നത്. പണ്ട് എൻ്റെ ചേച്ചിയുടെ സമയത്തൊക്കെ, ചേച്ചീൻ്റെ ഡെലിവറി സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് വരും, പിന്നെ അവിടെ നിന്ന് എന്തൊക്കെ റിച്വൽസ് ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും, ഫുഡും കഴിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പരിപാടിയായിരുന്നു. ഇപ്പോഴല്ലേ വളകാപ്പ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ചെറുതായിട്ട് ചെറിയ രീതിയിൽ, അങ്ങനെ വലിയ ചിലവൊന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ ഒരു വളകാപ്പ് നടത്താം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ സാരി എടുക്കുമല്ലോ. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ വളകാപ്പിനല്ലെങ്കിലും ഈ കൂട്ടിക്കൊണ്ടുവന്ന ചടങ്ങിന് സാധാരണ പുതിയ സാരി ഉടുത്തിട്ട് പോവുക എന്നൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാരി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അത് ഞാൻ വിചാരിച്ചു കല്യാണ സാരി തന്നെ ഉടുത്താലോ. അതാകുമ്പോൾ പിന്നെ ഇതുവരെ എനിക്ക് കല്യാണ സാരി ഒന്നുകൂടെ ഒന്നുകൂടെ ഉടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് പുതിയത് ഇടണം എന്നുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പുതിയത് മേടിക്കാം. അല്ലെങ്കിലും എനിക്ക് ആ കല്യാണ സാരീൻ്റെ ബ്ലൗസ് കയറത്തില്ല, സ്റ്റിച്ച് ചെയ്യണം, വേറെ ബ്ലൗസ് എന്തായാലും സ്റ്റിച്ച് ചെയ്യിക്കണം. അപ്പോൾ വിചാരിച്ചു ഓക്കെ. പിന്നെ സാരീനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കാര്യമായിട്ടുള്ള, എന്തെടുക്കണം. അല്ലെങ്കിൽ ഞാൻ പൊതുവെ സാരി അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ്. അതായത് ഒക്കേഷണലി മാത്രം യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും കാര്യമായ പരിപാടിയോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് വല്ല ഇതേപോലത്തെ എന്തെങ്കിലും ടൈപ്പ് ഡ്രസ്സസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അവിടെ ഹസ്ബൻഡും അമ്മയും വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വടകര കല്യാൺ സിൽക്സിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ആകുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിക്കും ഡ്രസ്സ് എടുക്കുന്ന ഒരു സ്ഥലമാണ് കല്യാൺ സിൽക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ അവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പ്രത്യേകിച്ചൊരു മനസ്സിലൊരു അങ്ങനെ ഇന്ന സാരി വേണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കളർ വേണം അങ്ങനത്തെ ഒരു ചിന്തയുമില്ല. ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ചെറിയൊരു ഇതുള്ളതെന്ന് വെച്ചാൽ കുറച്ച് വീതിയുള്ളൊരു ടൈപ്പ് കസവ് ഉണ്ടാവുമല്ലോ, അത് കയ്യിൽ വരുന്ന രീതിയിലുള്ള ഏതെങ്കിലും സാരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൗസിൻ്റെ വർക്ക് ഒഴിവാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാകും കാണാൻ. ആ ഒരു കസവ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുമല്ലോ. കല്യാണത്തിന് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ അധികം ചെറിയൊരു കസവുള്ള സാരിയാണ് ഞാൻ എന്നത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഒരു ഡൾ കളർ പോലെ ആ ഒരു സമയത്ത് ഞാൻ വെച്ച് നോക്കി അത് ഭയങ്കര നല്ല കളറാണ്, റാണി പിങ്ക് എന്നൊക്കെ വിചാരിച്ചെടുത്ത ഒരു കളറായിരുന്നു എൻ്റെ കല്യാണ സാരിയുള്ളത്. പിന്നെ വിചാരിച്ചു ഓക്കെ കുറച്ചും കൂടെ ബ്രൈറ്റ് കളർ എടുക്കാമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് ആ ഒരു സമയത്ത് ട്രെൻഡായിട്ടുണ്ടായിരുന്ന ഒരു സാരി ആയിരുന്നു, ഒരു ഗ്ലിറ്ററൊക്കെ വരുന്ന ഷൈനായിട്ട് വരുന്ന ഡബിൾ കളർ വരുന്ന ഒരു സാരി ഉണ്ടായിരുന്നില്ലേ, അതെടുക്കാം എന്ന് എനിക്ക് പിന്നെ ഒരു തോട്ട് വന്നു. ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരു ഡബിൾ കളർ സാരി, അതേപോലെ ഒരു ഷൈനിങ് കിട്ടുന്ന ഒരു ടൈപ്പ് സാരി കിട്ടുവാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും എടുക്കാം. ഏറ്റവും വലിയ റേറ്റിൻ്റെ സാരി ഒന്നും എടുക്കാനൊന്നുമല്ല ഞാൻ പോകുന്നത്. ഏതെങ്കിലും ചെറിയൊരു റേറ്റിൻ്റെ കൊള്ളാവുന്ന ഏതെങ്കിലും നല്ലൊന്ന് കണ്ടെടുക്കണം, അത്രയൊക്കെ ഉള്ളൂ ഇപ്പം എൻ്റെ മനസ്സിൽ. പിന്നെ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ടോപ്പ് ഇത് എൻ്റെ അനിയത്തിയുടേതാണ്. എനിക്കിവിടെ വന്നിട്ട് ഒരു ടോപ്പും കയറുന്നില്ല, അമ്മയുടെ ടോപ്പും കയറുന്നില്ല, ഒന്നും കയറുന്നില്ല. അപ്പോൾ ഇത് അവൾ പുതിയ മേടിച്ച് വെച്ചൊരു ടോപ്പായിരുന്നു, ഷേപ്പൊന്നും ചെയ്തിട്ടില്ല. സൈസാണെങ്കിൽ ഇത്തിരി വലുതാണ്. അപ്പോൾ ഇത് അവൾ അറിയാതെ ഞാൻ എടുത്തിട്ടതാണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചവിട്ടിക്കൂട്ടൊന്നും അറിയില്ല, കാരണം അവൾ ഇനാഗുറേറ്റ് ചെയ്തിട്ടില്ല ഈ ഡ്രസ്സ്. സിസ്റ്റേഴ്സ് ഉള്ള ആൾക്കാർക്ക് വേഗം റിലേറ്റ് ആവും. അതായത് നമ്മുടെ കേസിൽ പിന്നെ ഒരു പുതിയ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു 1-2 പ്രാവശ്യം ഇട്ടതിന് ശേഷം മാത്രമേ വേറെ എൻ്റെ ചേച്ചിക്കായാലും അനിയത്തിക്കായാലും നമ്മൾ കൊടുക്കുള്ളൂ. പണ്ടേ ഉള്ളൊരു ശീലമാണത്. അപ്പോൾ ഇത് അവളറിയാതെ ഞാൻ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞാൽ അവൾ എന്നെ വെച്ചേക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ഇതെനിക്ക് കുറച്ച് നന്നായി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എടുത്തിട്ടതാണ്. ഓക്കെ, എന്തായാലും ബാക്കി നമുക്ക് കല്യാൺ സിൽക്സിൽ എത്തിയിട്ട് കാണാം. ഇവിടുന്ന് ഇപ്പോൾ 8:30 കഴിഞ്ഞു. കുറച്ച് രാവിലെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് ചെറിയൊരു പരിപാടി ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാൻ തീരുമാനിച്ചാണ്. അപ്പോഴേക്കും അവരവിടെ എത്തും. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം. ഈ 7-ാം മാസത്തെ കൂട്ടിക്കൊണ്ടുപോൽ ചടങ്ങിന് സാരി മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. പക്ഷേ ആ ഒരു സമയത്ത് അത് മാത്രമല്ല, വേറെ എന്തൊക്കെയോ മുണ്ടോ തോർത്തോ അങ്ങനെ എന്തൊക്കെയോ വേണം എന്നുള്ളത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. അതായത് ടെക്സ്റ്റൈൽസിൽ എത്തിയതിന് ശേഷം അമ്മ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വേറെ കുറച്ച് സാധനങ്ങളോട് വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയത്.
ഏകദേശം ഒരു 10 മണിയോടെ 10-10:30 ആവുന്നതോടെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ അവിടെ അപ്പോഴും ഇഷ്ടംപോലെ തിരക്കുണ്ടായിരുന്നു. കാരണം ക്രിസ്മസും കാര്യങ്ങളൊക്കെ വരികയാണല്ലോ, അതിൻ്റെതായ ഇഷ്ടംപോലെ തിരക്ക് അവിടെ. നേരെ നമ്മൾ പോയത് സാരി സെക്ഷനിലേക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ എനിക്ക് ഏത് സാരി വേണം, ഏത് കളർ വേണം, എങ്ങനത്തെ ടൈപ്പ് ഡിസൈൻ വേണം എന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഏത് കളർ വേണം, എങ്ങനത്തെ ടൈപ്പ് വേണമെന്ന് അവിടുത്തെ ചേച്ചിമാർ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ആ സമയത്ത് എൻ്റെ മൈൻഡ് ഫുള്ള് പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കുറച്ച് വീതിയുള്ള കസവുള്ള ഏതെങ്കിലും ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ ബ്ലൗസ് അതേപോലെ സ്റ്റിച്ച് ചെയ്യിക്കാലോ എന്നുള്ള രീതിക്ക് മൈൻഡിൽ അത് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് സാരീസാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാരി അങ്ങനെ പൊതുവെ ഉടുക്കാത്ത ഒരാളായത് കൊണ്ട് തന്നെ എങ്ങനെ എന്ത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എല്ലാം കാണുമ്പോൾ എടുക്കാനൊരു തോന്നൽ. എല്ലാ സാരിയും നല്ല നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. കളറും എനിക്ക് ഏകദേശം എല്ലാ കളറും ഇഷ്ടമായി. ഇഷ്ടപ്പെട്ട കളറാണ് ഞാൻ ഈ നിരത്തി വെച്ചേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നിന്ന് ഏത് ചൂസ് ചെയ്യുമെന്നാണ് ഞാൻ പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് കമൻറ്റ് ഞാൻ ഏത് സാരി ആയിരിക്കും എടുത്തിട്ടുണ്ടാവുകയെന്ന്. സാരി സെലക്ഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പോയത് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട്, അതായത് വീട്ടിൽ നിന്ന് ഇടാൻ മെറ്റേണിറ്റി വെയർ പോലത്തെ ടൈപ്പ് ഉണ്ടാവുമല്ലോ, കൊച്ചൊക്കെ വന്നതിന് ശേഷം ഇടാൻ പറ്റിയ ഡ്രസ്സസ്. അത് നമ്മൾ പെട്ടിയിൽ വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതിയ 2 ഡ്രസ്സ് വെക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെ അതെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തോർത്ത്, മുണ്ട്, അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ വേണം എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തോർത്ത് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുണ്ടാണ് ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നത്. പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് എന്നറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിക്ക് നമ്മൾ മുണ്ടും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തിരക്കിനിടയിൽ ആകെ എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ അത്രയുമുള്ള ഭാഗം മാത്രമായിരുന്നു ഞാൻ എന്നെ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഫുള്ളായിട്ട് കണ്ടപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക്, ഒരു ഓക്വേർഡ് ഫീലിംഗ് എനിക്ക് തോന്നുന്നത് ഫുള്ളായിട്ട് കണ്ടപ്പോൾ. എന്താണെന്നറിയില്ല. ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ഒരു ഫലൂദയും കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ വലിയൊരു ഫംഗ്ഷനായിട്ടൊന്നല്ല നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. കുറച്ച് ആൾക്കാരുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ സാരി പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ. പാർട്ടായിട്ട് അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.